നമ്മൾ വ്യഭിചരിക്കാറില്ല, മദ്യപിക്കാറില്ല. പക്ഷേ പലപ്പോഴും മറ്റുള്ളവരുടെ കണ്ണുനീരിൽ നമ്മൾ കാരണമാകാറുണ്ട്. പലപ്പോഴും നമ്മുടെ വാക്കുകളുടെ പേരിൽ മറ്റുള്ളവരുടെ ഹൃദയം വിങ്ങാറുണ്ട്. നമ്മുടെ പ്രവർത്തനത്തിന്റെ പേരിൽ മറ്റുള്ളവരുടെ മനസ്സ് വേദനിക്കാറുണ്ട്. എങ്കിൽ വല്ലാത്ത ഭീകരമായ ഒരു ശിക്ഷ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ടെന്ന് നബിയുനാ റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുകയാണ്. നരകത്തിലെ ചില കിണറുകളുണ്ട് സഹാബ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് പറയുകയാണ്, നരകത്തിന് ചില കിണറുകളുണ്ട്, നരകത്തിലെ ചില കിണറുകളുണ്ട്. എന്നിട്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, ഫീ കുല്ലി ജുബ്ബിൻ സാഹിറൻ കസാഹിറിൽ ബിഹാർ. ആ കിണറുകൾക്ക് തീരങ്ങളുമുണ്ട്. കടലുകൾക്ക്, സമുദ്രങ്ങൾക്ക് തീരങ്ങളുള്ളതുപോലെ ആ കിണറുകൾക്ക് തീരങ്ങളുമുണ്ട് സഹാബ. എന്നിട്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് വിവരിക്കുകയാ, കത്തിയാളുന്ന നരകത്തിൽ കിടന്ന് അതിഭീകരമായ ശിക്ഷകൾ അനുഭവിക്കുന്ന മനുഷ്യന് അതിഭീകരമായ ശിക്ഷയാണ്. ആ ശിക്ഷകൾ അനുഭവിച്ചുകൊണ്ട് സഹിക്കവയ്യാതെ ഒരിറ്റ് ദാഹജലം പോലും ലഭിക്കാതെ നരകത്തിന്റെ അതിഭീകരമായ ശിക്ഷകൾ അനുഭവിക്കുന്ന ഒരു മനുഷ്യനത് മാലിക് അലൈഹി സ്വലാത്തു വസ്സലാമിനെ വിളിച്ചുകൊണ്ട് കേഴുകയാണ്, ഒരിറ്റ് ദാഹജലം ലഭിക്കുമോ, ഒരിറ്റ് ദാഹജലം ലഭിക്കുമോ എന്ന് അള്ളാഹുവിന്റെ മലക്കുകളോട് കരഞ്ഞ് യാചിച്ച ആയിരക്കണക്കിന് വർഷങ്ങൾ കഴിയുമ്പോ അവസാനപതാ അനുവാദം കൊടുക്കുകയാ. അങ്ങനെ അനുവാദം കിട്ടുന്ന വേളയിൽ നേരത്തെ പറഞ്ഞ പ്രവാചകൻ പരിചയപ്പെടുത്തിയ ആ കിണറുകളുണ്ടല്ലോ, ആ കിണറുകളുടെ ഭാഗത്തേക്ക് അവർ ഓടുകയാണ്. അവിടെയുള്ളത് അവർക്ക് വേണ്ടി വെള്ളമാണ് എന്ന ചിന്തയിൽ ആ നരകത്തിന്റെ കിണറുകളുടെ ഭാഗത്തേക്ക് അവർ ഓടിയെടുക്കുമ്പോ നേരത്തെ പറഞ്ഞ ആ നരകത്തിന്റെ കിണറുകളുടെ തീരങ്ങളുണ്ടല്ലോ, ആ തീരങ്ങളിലേക്ക് അവരെത്തുന്ന വേളയിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറയുകയാണ്, അവിടെ എത്തുന്ന വേളയിൽ അതാ അവരുടെ ശരീരങ്ങളിലേക്ക്, അവരുടെ മുഖത്തേക്ക് വളരെയേറെ വലിയ വലിപ്പമുള്ള, ഒട്ടകത്തോളം വലിപ്പമുള്ള, കഴുതകളോളം വലിപ്പമുള്ള വലിയ പാമ്പുകളും തേളുകളും അതാ അവരുടെ മുഖത്തേക്ക് അങ്ങനെ ചാടിക്കടിക്കുകയാണ്. ഒരിറ്റ് ദാഹജലം കൊതിച്ചുകൊണ്ട് നരകത്തിൽ കണ്ട കിണറിലേക്ക് വെള്ളം ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയിൽ ഓടി വരുന്ന ആളുകളാ. അവിടെ എത്തുന്നതിന് മുമ്പതാ വലിയ വലിയ സർപ്പങ്ങളും വലിയ വലിയ പാമ്പുകളും തേളുകളും അവരുടെ മുഖത്തേക്ക് ഇങ്ങനെ ചാടിക്കടിക്കുകയാണ്. അവരുടെ ശരീരത്തിലേക്ക് ആ വിഷം ഇങ്ങനെ ഇറങ്ങുമ്പോ അതാ എല്ലുകളിൽ നിന്നും മാംസം ഇങ്ങനെ വേർപെടുകയാണ്, എല്ലുകളിൽ നിന്നും മാംസം വേർപെടുകയാണ്. വല്ലാത്ത വേദന അനുഭവിക്കുകയാ. അതിഭീകരമായ അതേവരെ വർഷങ്ങളോളം നരകത്തിൽ കിടന്നനുഭവിച്ച ആ വേദനയേക്കാൾ വലിയ വേദന അനുഭവിക്കുകയാണ്. അവസാനം അവസാനം അവരാ നരകത്തിലേക്ക് തന്നെ തിരിച്ചോടിയിട്ട് ആ നരകത്തിലെത്തുമ്പോ അവരുടെ ശരീരത്തിൽ വല്ലാത്ത ചൊറി രൂപപ്പെടുകയാണ്. അവരുടെ ശരീരത്തിന് ഇങ്ങനെ ചൊറി രൂപപ്പെടുകയാണ്. അവസാനം അവര് സഹിക്കവയ്യാതെ ഇരുമ്പിനാലുള്ള നഖങ്ങൾ കൊണ്ട് അവരുടെ ശരീരം ഇങ്ങനെ മാന്തിയിട്ട് അവസാനം എല്ലുകൾ ഇങ്ങനെ വേർപെടുകയാണ്, എല്ലുകൾ വെളിവാകുകയാണ്. അങ്ങനെ അതിഭീകരമായ ശിക്ഷ അനുഭവിച്ചുകൊണ്ട് നരകത്തിലേക്ക് തിരിച്ചോടി വരുന്ന അവരോട്, ആ നരകവാസികളോട് പരിഹാസത്തോടുകൂടി മലക്കുകൾ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, ഹൽ യുഅദീക ഹാദാ, ഹൽ യുഅദീക ഹാദാ, നിനക്ക് വേദനിക്കുന്നുണ്ടോ? നരകത്തിന്റെ കാവൽക്കാര് പരിഹാസത്തോടു കൂടി ചോദിക്കുകയാ, ഹൽ യുഅദീക ഹാദാ, നിനക്ക് വേദനിക്കുന്നുണ്ടോ? ആ സമയത്ത് പരിഹാസത്തോടു കൂടി ചോദിക്കുന്ന മലക്കുകളോട് കരഞ്ഞുകൊണ്ട് പറയും, നഅം നഅം, വല്ലാതെ വേദനിക്കുകയാണ്, സഹിക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞ് പരിതപിക്കുന്ന നരകവാസികളോട് ആ സമയത്ത് ആ മലക്കുകൾ പറയുമത്രേ, ഈ ഭീകരമായ ശിക്ഷ നിനക്ക് ലഭിക്കാനുള്ള കാരണമെന്താ? കത്തിയാണെന്ന നരകത്തിൽ കിടന്ന് ഉരുകിയൊരങ്ങിയിട്ട് നെരിഞ്ഞമർന്നിട്ട് അവസാനം ഒരിറ്റ് ദാഹജലത്തിനു വേണ്ടി ദാഹജലം പ്രതീക്ഷിച്ചുകൊണ്ട്
കൊണ്ടുപോകുമ്പോ അവിടെ നിന്നും കൊടിയ ശിക്ഷ അനുഭവിക്കേണ്ടി വന്ന് ഈ നരകത്തിലേക്ക് തിരിച്ചോടി വരേണ്ട കാരണമെന്താ? ഇത്രമേൽ ഭീകരമായ ശിക്ഷ അനുഭവിക്കാനുള്ള കാരണമെന്താ? ذلك بما كنت تؤذي المؤمنين. ദുനിയാവിൽ വെച്ച് നീ മുഅ്മിനീങ്ങളെ ഉപദ്രവിച്ചതിന്റെ പേരിലാണെന്ന് ആ മലക്കുകൾ അവനോട് പറഞ്ഞു കൊടുക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹ്. ദുനിയാവിൽ നിന്റെ വാക്കുകൊണ്ട് നിന്റെ സഹോദരനെ നീ വേദനിപ്പിച്ചിട്ടില്ലേ? നിന്റെ സഹോദരനെ കുറിച്ച് ഗീബത്ത് പറഞ്ഞവന്റെ മനസ്സിനെ നീ വ്രണപ്പെടുത്തിയിട്ടില്ലേ? പ്രഹരിച്ചിട്ടില്ലേ? അവകാശം നിഷേധിച്ചിട്ടില്ലേ? പാവപ്പെട്ടവന്റെ മനസ്സിന്റെ വ്രണത്തിന് നീ കാരണമായില്ലേ? മനസ്സിന്റെ പ്രയാസത്തിന് നീ കാരണമായില്ലേ? അതുകൊണ്ടാണ് ഈ ശിക്ഷ നിനക്ക് അനുഭവിക്കേണ്ടി വരുന്നതെന്ന് ആ മലക്കുകൾ അവനോട് പറയുമെന്ന് നബിയുനാ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ. അല്ലാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ചു തരികയാ, നമ്മൾ വളരെയേറെ നിസ്സാരമായി കാണുന്ന ഒരു പാപം. നമ്മൾ ഇബാദത്തൊക്കെ ഉള്ളവരാണ്, നമ്മൾ വലിയ വലിയ പാപങ്ങളൊന്നും ചെയ്യാറില്ല, വ്യഭിചരിക്കാറില്ല, മദ്യപിക്കാറില്ല, മോശത്തരങ്ങളൊന്നും ചെയ്യാറില്ല. പക്ഷേ നമ്മൾ എത്രയോ പേരുടെ മനസ്സ് വേദനിക്കാൻ കാരണമായിട്ടുണ്ട്. നമ്മുടെ വാക്കിന്റെ പേരിൽ, നമ്മുടെ പ്രവൃത്തിയുടെ പേരിൽ എത്രയോ പാവപ്പെട്ടവരുടെ ഹൃദയം വിങ്ങിയിട്ടുണ്ട്. എത്രയോ പേരുടെ കണ്ണുനീരിന് നമ്മൾ കാരണക്കാരായിട്ടുണ്ട്. പ്രിയമുള്ള സഹോദര, നരകം നിന്നെ കാത്തിരിക്കുന്നു എന്ന് നബി മുഹമ്മദ് മുസ്തഫ. പ്രിയമുള്ള ഉമ്മമാരെ, കണ്ടതും കേട്ടതും അവിടെ കേട്ടതും ഇവിടെ കേട്ടതുമൊക്കെ യാതൊരു ലൈസൻസും ഇല്ലാതെ പറഞ്ഞു നടന്നിട്ടില്ലേ? ഊഹാപോഹങ്ങൾ പറഞ്ഞു നടന്നിട്ടില്ലേ? അമ്മായിയമ്മയെ കുറിച്ച്, മരുമകളെ കുറിച്ച്, സഹോദരിയെ കുറിച്ച്, നാത്തൂനെ കുറിച്ച് എത്രയെത്രയോ ഇല്ലാവചനങ്ങൾ പറഞ്ഞിട്ട് അവരുടെ മനസ്സ് വ്രണപ്പെടുത്തിയിട്ടുണ്ട്, വേദനിപ്പിച്ചിട്ടുണ്ട്. ആ വേദനിപ്പിച്ചതിനു പകരമായി നിന്നെ കാത്തിരിക്കുന്നത് കത്തിയാളുന്ന നരകത്തിന്റെ സഹിക്കാൻ കഴിയാത്ത വേദനയാണെന്ന് നബി മുഹമ്മദുർ റസൂലുള്ളാഹി.